ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും അതിന്റെ ആൻസർ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ തരാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 25 men can do a piece of work in 6 days, working 8 hours a day. In how many hours a day must 30 men have work in order to finish the work in 8 days? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷനകത്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 25 men, ഇതാണെന്ത് M1. M1 നമുക്കറിയാം 25 men can work in 6 days. അപ്പോൾ ഡേ 1 നമുക്കറിയാം എത്രയായിരുന്നു? 6 days. വർക്കിംഗ് 8 hours a day. ഈ അവേഴ്സ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ടൈം ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷനിലായതുകൊണ്ട് ആ ടൈം ആയിട്ട് എടുത്തു 8 hours. ഇനി അവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറയാം. ഇൻ ഹൗ മെനി അവേഴ്സ് T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ഹൗ മെനി അവേഴ്സ് എ ഡേ മസ്റ്റ് 30 men. അപ്പൊ M2 നമുക്ക് മനസ്സിലായി എത്രയാണ്? 30 men ആണ്. 30 men have work in order to finish work in 8 days. അപ്പൊ D2 നമുക്ക് കിട്ടി എത്രയായിരുന്നു? 8 days. അപ്പൊ ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ഏതൊക്കെ മതി? വർക്കിന്റെ ആവശ്യമില്ല. M1 D1 T1 is equal to M2 D2 T2 മതി. ഇതിലാകെ നമുക്ക് അറിയാത്ത എന്താണ്? ഈ ടൈം 2 ആണ് നമുക്ക് അറിയാത്തത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ഇക്വേഷൻ വർക്കിംഗ് ഇട്ട് കൊടുത്താൽ മതി. M1 എത്രയായിരുന്നു? 25 ആയിരുന്നു. ഡേ 1 എത്രയായിരുന്നു? 6 ആയിരുന്നു. ടൈം 1 എത്രയായിരുന്നു? 8 ആയിരുന്നു. ഈക്വൽ ടു M2 എത്രയായിരുന്നു? 30 ആയിരുന്നു. ഡേ 2 എത്രയായിരുന്നു? 8 ആയിരുന്നു. T2 നമുക്കറിയില്ല. എക്സ് ഇട്ട് കൊടുത്താലും അറിയില്ല. എങ്കിൽ സോൾവ് ചെയ്താൽ മതിയല്ലോ. ജസ്റ്റ് വെട്ടിക്കളം ചെയ്താലും മതി, അല്ലെങ്കിൽ A/B ഫോമിൽ എഴുതിയാലും മതി. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും? 25 × 6 × 8 ഡിവൈഡഡ് ബൈ എക്സിന്റെ കൂടെ കിടന്നെല്ലാം ഡിവിഷൻ ആയിട്ട് വരും. കാരണം എന്താ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 30 × 8 8 ക്യാൻസൽ ആയി പോകും. 25 5 ടൈംസ്, 30 6 ടൈംസ്. ആ 6ഉം ഇതും കൂടെ ക്യാൻസൽ ആവും. ആൻസർ എത്ര കിട്ടും? 5 hours. വളരെ ഈസി ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം. അപ്പൊ എത്ര ദിവസം കൊണ്ട്, എത്ര മണിക്കൂർ വേണ്ടി വരും? ഒരു 30 മെന്നിന് ഒരു ദിവസം 5 മണിക്കൂർ വെച്ച് 8 ദിവസം വർക്ക് ചെയ്താൽ ഏത് വർക്ക് തീരും? 25 men 6 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്ന 6 ദിവസം കൊണ്ട് ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് ചെയ്യുന്ന ജോലി തീർക്കാൻ പറ്റും. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാം. ഏറ്റവും ഈസിയുള്ള മെത്തേഡ് ഇതായതുകൊണ്ട് തന്നെ ഇത് പഠിച്ചാൽ മതി. കാരണം ഒരുപാട് ഡിഫിക്കൽട്ട് മെത്തേഡ് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത് പഠിച്ചാൽ മതി. ഈ ഒരു മെത്തേഡ് ചെയ്താൽ തന്നെ എന്ത് കിട്ടും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇഫ് 20 men complete a job in 18 days working 8 hours a day, how long will 10 men take to working in 9 hours? വേഗം ചെയ്ത് നോക്കി. വേഗം ചെയ്ത് എത്ര കിട്ടും നോക്കി. എന്തായിരുന്നു? 20 men complete a job in 18 days working 8 hours a day. ഇങ്ങനെ തന്നെ എഴുതി പോകും ക്വസ്റ്റ്യൻ കാണുമ്പോൾ. In how long will 10 men take working 9 hours a day? എത്ര ദിവസം വേണ്ടി വരും? 10 മെന്നിന് 9 മണിക്കൂർ വെച്ച് ഒരു ദിവസം വെച്ച് എത്ര ദിവസം എടുത്താൽ ഈ വർക്ക് തീരും? നല്ല ചോദ്യം. എന്തായിരിക്കും എക്സിന്റെ വാല്യൂ? ഡിവൈഡ് ബൈ 10 × 9 ചെയ്താൽ മതി. ഈസി ആയിട്ട് 2 ടൈംസ് കിട്ടും. ഇവിടെയും 2 ടൈംസ് കിട്ടും. 8 × 2 × 2 8 × 16 16 × 2 32 ഡേയ്സ് കിട്ടും. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇത്ര എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതൊന്നും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിതിന്റെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇത് കഴിഞ്ഞാൽ വരും. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ കുറച്ച് ആപ്ലിക്കേഷനിൽ എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് എ കോൺട്രാക്ട് ടു ബിൽഡ് എ ഹൗസ് ഇൻ 30 days, then if the employees has 10 men to build the house, after 20 days they will complete only 1/3 of the total work. How many more men will be required to finish the remaining work within due time? അപ്പോൾ ഓക്കെ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് പറയാം. ഒരു കോൺട്രാക്ടർ ഒരു 30 ദിവസം കൊണ്ട് ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. 30 ദിവസം എടുത്ത് ആ വീട് വെക്കാൻ തീരുമാനിച്ചു. കോൺട്രാക്ടർ ആണല്ലോ. അതിനുവേണ്ടി അയാൾ കുറച്ച് ജോലിക്കാരെ അതിനകത്തേക്ക് വിട്ടു. എത്ര ജോലിക്കാരെ വിട്ടു? 10 പേരെ, 10 മെന്നിനെ ഈ ജോലി ചെയ്യാനായിട്ട് വിട്ടു. അവർ 10 men ചേർന്ന് ഈ ജോലി ചെയ്യുന്ന അയാൾ വിചാരിച്ചു. ശ്രദ്ധിക്കുക, ഈ കണ്ടീഷൻ എല്ലാം അയാളുടെ അസംഷനാണ്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ 30 ദിവസം കൊണ്ട് ആ ജോലി തീർക്കുമെന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ തീർക്കും എന്ന് ഇവിടെ പറയുന്നില്ല. ഒരു കോൺട്രാക്ടർ ഒരു 30 days കൊണ്ട് ഒരു വീട് വെക്കാൻ ഒരു കോൺട്രാക്ട് എടുത്തു.
പക്ഷെ ഈ 10 മെൻ കൊണ്ട് ഈ 10 മെൻ 30 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കുമോ? ഇല്ല. കാരണം എന്താണെന്ന് ചിലപ്പോൾ പറയുന്നുണ്ട്, ഒരു 10 മെന്നെയാണ് ജോലി ചെയ്യാൻ വിട്ടത്. പക്ഷേ 20 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ, മൊത്തം 30 ദിവസമായിരുന്നു, 20 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ നോക്കുമ്പോൾ മൊത്തം ജോലിയുടെ 1/3 ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ പകുതി പോലും എത്തിയിട്ടില്ല. 1/3 വർക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. 20 ദിവസം, അതായത് പകുതി ദിവസത്തിനേക്കാൾ കൂടുതലായി, 2/3 ഡേയ്സ് ആയി. പക്ഷേ 1/3 ജോലി ആയുള്ളൂ. അപ്പൊ ഈ 10 മെൻ വിചാരിച്ചാൽ 30 ദിവസം കൊണ്ട് ഈ വർക്ക് തീർക്കുമോ? 10 മെൻ 30 ദിവസം കൊണ്ട് ഈ വർക്ക് തീർക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 10 മെൻ 20 ദിവസം കൊണ്ട് 1/3 വർക്കേ തീർത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ 1/3 എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കാൽഭാഗത്തിന് അരഭാഗത്തിന് ഇടയ്ക്ക്. അപ്പം ഏതാണ്ട് 2/3 ഡേയ്സ് ആയിട്ട് പോലും 1/3 വർക്കേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവർ വിചാരിച്ചാൽ ഈ 30 ദിവസം കൊണ്ട് ഈ ജോലി തീരുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ എത്ര മെനിനെ കൂടി ആഡ് ചെയ്താൽ, എപ്പോ? ഇനി ഈ 20 ദിവസത്തിന് ശേഷം ഇനി അഡീഷണൽ എത്ര മെനിനെ കൂടി ആഡ് ചെയ്താൽ ഈ ജോലി എന്നുവെച്ചാൽ ഈ പറയുന്ന വീട് പണി കറക്റ്റ് ഡേയ്സിൽ തീർക്കാം, ഈ 30 ദിവസം കൊണ്ട് തന്നെ തീർക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ M1 D1 ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഏകദേശം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അയാളുടെ അസംഷൻ എന്തൊക്കെയാണ്? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 30 ഡേയ്സ് കൊണ്ട് തീർക്കുക എന്നുള്ളത് അയാളുടെ ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എല്ലാം ഈ തുടക്കത്തിൽ തരുന്ന ഡേയ്സ് നിങ്ങൾ അസംഷൻ ആയിട്ട് മാറ്റിക്കണം. ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, ഇക്വേഷനകത്ത് എടുക്കരുത്. കാരണം ഈ മെൻ ഈ ദിവസം കൊണ്ട് അവർക്ക് തീർക്കുന്നില്ല, അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കഴിവ് പറയുന്നത് പിന്നീടാണ്. എന്താണ്? 10 മെൻ 20 ദിവസം കൊണ്ട് 1/3 വർക്കേ ചെയ്യൂ. അതാണ് ആക്ച്വലി നടന്നത്, അല്ലേ? 10 മെൻ 20 ദിവസം കൊണ്ട് 1/3 വർക്ക് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ 30 ദിവസം കൊണ്ട് അവർക്ക് തീർക്കും എന്ന് പറയുന്നത് സത്യമാണോ? അല്ല. അതുകൊണ്ട് ആ കണ്ടീഷൻ എടുക്കരുത്. എന്താണോ നടന്നത് അത് മാത്രമേ എടുക്കാവൂ. ഇവിടെ നടന്ന കാര്യം എന്തായിരുന്നു? 10 മെൻ 20 ദിവസം കൊണ്ട് 1/3 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അത് ഓക്കെയാണ്. 10 മെൻ 20 ദിവസം എടുത്തു, 1/3 വർക്ക്. എന്താ ഞാൻ എഴുതി അടിയിൽ മെൻ എഴുതി, ഡി എഴുതി, വർക്ക് എത്രയാണോ വർക്ക് അത് എന്തായാലും എവിടെ എഴുതണ്ടേ? അടിയിലാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 1/3 വർക്കാണ് തീർത്തത്. അത് ഞാൻ അതിന് താഴെ എഴുതി അതേപോലെ. അങ്ങനെയാണെങ്കിൽ ഈ കറക്റ്റ് ഡേറ്റിൽ, ഏത് ഡേറ്റിൽ 30 ദിവസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞു. ആൾറെഡി 20 ഡേയ്സ് കഴിഞ്ഞു. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ഒരു 10 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ ബാക്കിയുള്ള 10 ദിവസം കൊണ്ട് ഈ ബാക്കിയുള്ള ജോലി തീർക്കാൻ വേണ്ടി എത്ര മെന്നിനെ ആഡ് ചെയ്യണം എന്നുള്ളതിലെ ചോദ്യം. അപ്പൊ നോക്കാം, ഇനി ബാക്കി എത്ര ദിവസം ഉണ്ട്? ഇനി 10 ദിവസമേ ബാക്കിയുള്ളൂ, അല്ലെ? മൊത്തം 30 ദിവസമായിരുന്നു, അതിൽ 20 ദിവസം കഴിഞ്ഞു. ഇനി ഒരു 10 ദിവസം ബാക്കിയുണ്ട്. ആ 10 ദിവസം കൊണ്ട് ഇവർക്ക് ബാക്കിയുള്ള ജോലി തീർക്കാൻ, ബാക്കി എത്ര ജോലി തീർക്കാനുണ്ട്? ആൾറെഡി ഫുൾ ജോലി ഉള്ളതിനകത്ത് 1/3 ജോലി കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി എത്ര ജോലി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? 2/3 ജോലി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ ബാക്കിയുള്ള ജോലി തീർക്കാൻ എത്ര മെൻ ആവശ്യമുണ്ട്? ശ്രദ്ധിക്കുക, ഇത് ഞാൻ ടോട്ടൽ മെൻ അങ്ങ് എഴുതുകയാണ്. ആൾറെഡി 10 മെൻ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എത്ര പേര് വേണം? ഇവിടെ നമുക്ക് എത്ര മെൻ ആവശ്യമുണ്ടെന്നല്ലേ? ടോട്ടൽ എത്ര മെൻ ആവശ്യമുണ്ട്? നമുക്ക് ആദ്യം അതും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. എത്ര മെൻ വിചാരിച്ചാൽ 10 ദിവസം കൊണ്ട് 2/3 വർക്ക് കംപ്ലീറ്റ് ചെയ്യാം? ഇത്രയേ ഉള്ളൂ. ഈ ഒരു എഴുതുന്ന കാര്യത്തിലുള്ള ഡിഫിക്കൽറ്റി ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ ഒന്നും കൂടി പറയാം, എന്തായിരുന്നു? 10 മെൻ 20 ദിവസം കൊണ്ട് 1/3 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഓൺ ടൈം തീർക്കണമെങ്കിൽ ആൾറെഡി 20 ഡേയ്സ് കഴിഞ്ഞു. ഇനി ഒരു 10 ഡേയ്സും കൂടി ഉണ്ട്. ആ 10 ഡേയ്സ് കൊണ്ട് ബാക്കി എത്ര വർക്ക് തീർക്കാനുണ്ടോ ആ വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? എത്ര മെൻ വേണ്ടി വരും? സോൾവ് ചെയ്യുന്നു. കോമൺ ആയിട്ടുള്ളതെല്ലാം ഒഴിവാക്കുന്നു. 1/3 രണ്ടിടത്തും കോമൺ ആയിട്ട് ഒഴിവാക്കുന്നു. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്. അതെന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടേക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. ഈ 2 ഇവിടേക്ക് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. ഈ 10 മെന്നും 10 ഡേയ്സും വിട്ടാമെന്ന് വിചാരിക്കരുത്. ഈ മെന്നും ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുക. ഇവിടെ നമ്പർ മാത്രമേ ഉള്ളൂ, 10 അത് 2 ക്യാൻസൽ ചെയ്തു. ബാക്കി എക്സിന്റെ കാര്യം എത്ര? എക്സ് ഇസ് ഈക്വൽ ടു 20 × 2 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അതായത് മൊത്തം എത്ര മിനിറ്റ് ആവശ്യമുണ്ട്? 40 മിനിറ്റ് ആവശ്യമുണ്ട്. എന്ത് തീർക്കാൻ? 10 ദിവസം കൊണ്ട് ഈ 2/3 വർക്ക് തീർക്കാൻ. പക്ഷേ നമ്മുടെ ആവശ്യം ഹൗ മെനി മോർ മെൻ, അഡീഷണൽ എത്ര മെൻ വേണമെന്നല്ലേ? ആൾറെഡി അവിടെ എത്ര മെൻ ഉണ്ടായിരുന്നു? 10 മെൻ ഉണ്ടായിരുന്നു. എങ്കിൽ അഡീഷണൽ എത്ര മെൻ ആവശ്യം ഉണ്ടായിരിക്കും? 40 - 10, ഒരു 30 മെന്നിനെയും കൂടി എക്സ്ട്രാ വിളിച്ചെങ്കിൽ മാത്രമേ, അതായത് അഡീഷണൽ ഈ 10ന്റെ കൂടെ അഡീഷണൽ ഒരു 30 മെന്നും കൂടി വന്ന് മൊത്തത്തിൽ 40 മെൻ ആയെങ്കിൽ മാത്രമേ 10 ദിവസം കൊണ്ട് എന്താവുള്ളൂ? ഈ ജോലി തീർക്കുള്ളൂ. അപ്പൊ 40 അല്ല ആൻസർ. എന്താ നമ്മുടെ ആൻസർ? 30 മെന്നിനെ അഡീഷണൽ ആഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ജോലി കറക്റ്റ് ഓൺ ടൈമിൽ വർക്ക് തീർക്കാൻ പറ്റും. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഈ രീതിയിൽ തന്നെ പഠിക്കണം. കാരണം അതല്ലാതെ ഈ 30 ഡേയ്സ് എടുത്ത് ഇക്വേഷൻ തെറ്റ് കഴിഞ്ഞാൽ തെറ്റി, അവിടെ പോയി കാര്യം.
നമ്മൾ മനസ്സിലാക്കുക, ഈ 30 എന്നുള്ളത് എന്താണ്, അയാളുടെ അസംഷൻ മാത്രമാണ്. പക്ഷെ ആക്ച്വലി നടന്നത് 10 men 20 ദിവസം കൊണ്ട് 9 വർക്കേ നടന്നുള്ളൂ. എങ്കിൽ എത്ര men ബാക്കിയുള്ള ടൈം കൊണ്ട് ബാക്കിയുള്ള വർക്ക് തീർക്കും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കണം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം, കാരണം തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് ബൈ ഹാർട്ട് ആവുന്നവർ ഇതേ കണക്ക് എടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇതുപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാൻ എന്താണ്, A contractor undertakes to build a wall in 50 days. He employed 50 people to the same. However, after 25 days, he finds that the work is only 40% complete. How many more men need to be employed to complete the work in time? Okay, ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് അസൈൻമെന്റ് ആയിട്ട് തരാം. ഇതിന്റെ ആൻസർ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടുമോ, ഇപ്പം പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത് അതേപോലെയൊക്കെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തന്നാൽ ഇത് നിങ്ങൾ ചെയ്തു വെക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. എ കോൺട്രാക്ടർ അണ്ടർടേക്സ് ടു ബിൽഡ് എ വാൾ ഇൻ 50 days. He employs 50 people for the same. However, after 25 days, he finds that the work is only 40% complete. How many more men need to be employed to complete the work in time? ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് തരാം. എ കോൺട്രാക്ടർ അണ്ടർടേക്ക് ടു കംപ്ലീറ്റ് എ വർക്ക് ഇൻ 150 days. ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തു. എ കോൺട്രാക്ടർ അണ്ടർടേക്ക് ടു കംപ്ലീറ്റ് എ വർക്ക് ഇൻ 150 days. He employed 50 men. After 50 days, he find only 1/4 of the work has been done. How many additional men should be employed so that the work will be completed in time? ഇതെന്താ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് വെച്ചാൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഈ ഒരു മോഡൽ, ഈ ഒരു ടൈപ്പിൽ നിന്നും എക്സാമിന് ചോദിച്ച് കാണാറുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തെറ്റുവരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഓരോരോ ഡിഫിക്കൽട്ടി എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പിട്ടുണ്ടാവും, അത് മനസ്സിലാക്കി തന്നെ ചെയ്യണം. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ടൈം വർക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത് കിട്ടുന്ന ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താലും ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കിട്ടും, ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 40 men can complete a work in 150 days. After 10 days, 30 men join them. In how many days the total work should be complete? ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പറ്റും. നോക്കാം. 40 men can complete a work in 150 days. ഒരു 40 men 150 days കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു. ആഫ്റ്റർ 10 days എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഈ 40 men 150 days കൊണ്ടൊരു ജോലി തീർക്കുമായിരുന്നു. അതേ 40 men തന്നെ ഉണ്ടായിരുന്നു. അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 10 ദിവസം വർക്ക് ചെയ്തു. ആഫ്റ്റർ 10 days എന്താ, ആ 40 മെന്നും 10 days വർക്ക് ചെയ്തു. എങ്കിൽ റിമൈനിങ് വർക്ക് എത്ര ഉണ്ടാവും? 40 പേര് 150 ദിവസം ചെയ്താൽ തീരുന്നൊരു ജോലി ഉണ്ടായിരുന്നു. അതേ 40 പേര് 10 ദിവസം ചെയ്തു. എങ്കിൽ ബാക്കി എത്ര ജോലി ബാക്കി ഉണ്ടാവും? ആ സെയിം 40 പേർക്ക് എത്ര ദിവസത്തേക്കുള്ള ജോലി ഉണ്ടാവും? 140 ദിവസത്തേക്കുള്ള ജോലി ഉണ്ടാവും. ഇതേ കണക്ക് നിങ്ങൾ പഠിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. കറക്റ്റായിട്ട് അതിന്റെ ഐഡിയ മനസ്സിലാക്കി തന്നെ ചെയ്യുക. 40 പേർക്ക് 150 ദിവസത്തേക്കുള്ള ജോലി ഉണ്ടായിരുന്നു. 40 പേര് 10 ദിവസം ജോലി ചെയ്തു. എങ്കിൽ ബാക്കി എത്ര ജോലി ഉണ്ടാവും? അതേ 40 പേർക്ക് 140 ദിവസത്തേക്കുള്ള ജോലി ഉണ്ടാവും. അതാണ് ബാക്കിയുള്ള ജോലി. പക്ഷെ ഇനി എന്ത് സംഭവിച്ചെന്ന് നോക്കാം. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ 30 മെമ്പേഴ്സ് ജോയിൻ ദം. അഡീഷണൽ ഒരു 30 പേരും കൂടി വന്നു. ആൾറെഡി 40 പേരാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കൂട്ടത്തിൽ എത്ര പേരും കൂടി വന്നു? 30 പേരും കൂടി വന്നു. അപ്പൊ ഇപ്പൊ എത്ര പേരായി? ഈ ഒരു വർക്ക് തീർക്കാൻ, ഇതാണ് ഇനി ചെയ്യേണ്ട ജോലി. ആ ജോലി തീർക്കാൻ വേണ്ടി ആര് വന്നു? 70 പേര് വന്നു. കാരണം ആൾറെഡി 40 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 30 പേരും കൂടി വന്നു. അങ്ങനെ 70 men വന്നു. എങ്കിൽ അവർക്ക് എത്ര ദിവസം വേണം ഈ ജോലി തീർക്കാൻ? ആ 70 പേർക്ക് എത്ര ദിവസം വർക്ക് ചെയ്താൽ ഈ ജോലി തീരും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്തായിരുന്നു? 40 men can complete a work in 150 days. 40 men 150 days കൊണ്ടൊരു വർക്ക് തീർക്കുമായിരുന്നു. ഇതാണ് ടോട്ടൽ വർക്ക്. അങ്ങനെ അവർ ആ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ 10 days 30 members join them. ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ആഫ്റ്റർ 10 days എന്ന് വെച്ചാൽ 40 men 10 days വർക്ക് ചെയ്തു. അപ്പോൾ 40 men നിങ്ങൾ ടോട്ടൽ വർക്കാക്കി എടുത്ത് ചെയ്താലും മതി. 40 men 10 days വർക്ക് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ ബാക്കി എത്ര വർക്ക് ഉണ്ടാവും? അതേ 40 men 140 daysലേക്കുള്ള വർക്ക് ഉണ്ടാവും. 40 men 40 വെഞ്ചൊരു കൂട്ടായിട്ട് എടുക്കുക. ഇവർ 150 ദിവസത്തേക്ക് ജോലി ഉണ്ടായിരുന്നു. അതേ ആൾക്കാർ 10 ദിവസം ജോലി ചെയ്തു. എങ്കിലേ സെയിം ആൾക്കാർക്ക്
ഒരു 140 ദിവസത്തേക്കുള്ള ജോലി ബാക്കിയുണ്ട്. കാരണം 150-ൽ 10 പോയി ബാക്കി എത്ര ഉണ്ട്? 140 ദിവസത്തേക്ക് ജോലിയുണ്ട്. എങ്കിൽ ഈ ജോലി തീർക്കാൻ വേണ്ടി, ഈ ഒരു പർട്ടിക്കുലർ ജോലി തീർക്കാൻ വേണ്ടി 40 പേർക്ക് പകരം 70 പേരാണ് വരുന്നതെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതിലെ ചോദ്യം. ഈസി ആയിട്ട് ഇനി കിട്ടും. M1D1 = M2D2 ഇക്വേഷൻ അല്ലേ? എങ്കിൽ ചെയ്താൽ എത്ര കിട്ടും നോക്കാം. ടൈം x is equal to 40 into 140/70. 70 140 എത്ര കിട്ടും? 2 കിട്ടും. 40 into 2 എത്ര കിട്ടും? 80 days കിട്ടും. അതായത് 40 പേർക്ക് 140 ദിവസം വേണ്ടി വരുന്ന ജോലി ചെയ്യാൻ 70 പേരാണ് വരുന്നതെങ്കിൽ അവർക്ക് എത്ര ദിവസം മതി? 80 ദിവസം മതി ആ ജോലി തീർക്കാൻ. അവർ 80 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ആ ജോലി തീർക്കും. കാരണം എന്താ? മെൻ കൂടുമ്പോൾ ഡേയ്സ് കുറയും, മെൻ കുറയുമ്പോൾ ഡേയ്സ് കൂടും. ഇത് രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മെന്നും ഡേയ്സും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ മെൻ ഇവിടെ കുറവല്ലേ, അവിടെ ഡേയ്സ് കൂടുതലാണ്. ഇവിടത്തേക്കാൾ കമ്പാരിറ്റീവ്ലി ഇവിടെ മെൻ കൂടി, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടത്തേക്കാൾ ഡേയ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ എത്ര ഡേയ്സ് കൊണ്ട് ആ വർക്ക് തീർക്കും? 80 ഡേയ്സ് കൊണ്ട് അവർക്ക് ആ വർക്ക് തീർക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുവരെ നിങ്ങൾ ആ ബാക്കിയുള്ള 2 അസൈൻമെന്റുകൾ, 2 ഹോംവർക്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി, എങ്കിൽ ബൈ.